what's up everybody? Let's go! കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റഗ്രാം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതൊരു മലയാളിയാണ്. മലയാളി മാത്രമല്ല, അതൊരു മലപ്പുറത്തുകാരനാണ്, പൊന്നാനിയാണ്, പാലപ്പെട്ടി സ്വദേശിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഇൻസ്റ്റഗ്രാം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു മുഖം കൂടിയാണ് ഈ ഒരു പാലപ്പെട്ടി സ്വദേശിയായ നിഹാൽ ഹമീദാണ്. നമ്മൾ ഈ ഒരു മുഖം കാണുന്നത് നമുക്കറിയാം, ഈ ഹനാൻ ഷാ പ്രസിദ്ധ ഗായകനാണ്. ഹനാൻ ഷാൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയാണ് ഇൻസ്റ്റഗ്രാം പങ്കുവെച്ചത്. അത് അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു വീഡിയോ എടുക്കാനുള്ള സാഹചര്യം? എങ്ങനെയായിരുന്നു അതെങ്ങനെയാ വെച്ചാൽ ഒരിക്കൽ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു റിക്വസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് മെസ്സേജ് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അത് ഒറിജിനൽ അക്കൗണ്ടാണ്. അതായത് നമുക്ക് ഒരു ടെൻഷൻ, കാരണം അത് ഫേക്കാണെന്ന് വിചാരിക്കില്ല. നമ്മൾ എത്ര റിഫ്രഷ് അടിച്ചിട്ടും അത് 699 മില്യൺ ആ പേജിൽ നമുക്കൊരു മെസ്സേജ് പറയുമ്പോൾ അത് പോസ്റ്റ് ചെയ്യണ വരെ അതൊരു വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നില്ല. പോസ്റ്റ് ചെയ്യപ്പോഴാണ് മനസ്സുകൊണ്ടും ആൾക്കാരും എല്ലാവർക്കും ഒരു വിശ്വാസമായത്. പിന്നെ എന്താ വെച്ചാൽ അതിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനത് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് അപ്പോൾ ഞാൻ ഒരു 4 കോണ്ടൻറ്റ് അയച്ചു കൊടുത്തു. ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു സാധനം ചൂസ് ചെയ്ത് അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനം ഞാൻ പോയി ഷൂട്ട് ചെയ്ത്, അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരെ ക്രൈറ്റീരിയാസിനനുസരിച്ചുള്ള ഒരു സാധനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ ഓക്കെ, അപ്പോൾ ഹാപ്പിയാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇത് വരുമ്പോൾ എന്താണ് തോന്നിയത്? സന്തോഷമുണ്ട്. അതായത് ഇതൊരിക്കലും ഞാൻ ഒറ്റയ്ക്ക് എത്തിപ്പെട്ടൊരു സംഭവമല്ല. ഇത് തുടങ്ങാനാണെങ്കിലും എനിക്ക് മുമ്പ് ആക്ച്വലി വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ക്യാമറ ഫ്രണ്ടിൽ ഫേസ് കാണിച്ച് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷം മുമ്പാണ് ഞാൻ ക്യാമറ ഫ്രണ്ടിലോട്ട് വന്ന് ഫേസ് കാണിച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ആ അക്കൗണ്ടാണ് ഇൻസ്റ്റാഗ്രാം തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ പിന്നിൽ എൻ്റെ ഫാമിലി കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് തുടങ്ങാൻ കാരണക്കാരൻ തന്നെ ഹനാനാണ്. അപ്പോൾ ഹനാൻ പറഞ്ഞ് നിനക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ക്യാമറ ഫ്രണ്ടി ഒന്ന് ചെയ്തുകൂടെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരുമിച്ചിരുന്നിട്ടാണ് നിഹാൽക്ക എന്നുള്ളൊരു അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ നിഹാൽക്ക എന്നുള്ള ഒരു അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്, ഇത്രയും ചെറുപ്പത്തിൽ മിക്ക എന്നുള്ളൊരു പേര് സ്വയം ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, ഈ അക്കൗണ്ട് ഇത്ര റീച്ച് ആവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നാമത്തെ കേസ്. പിന്നെ ഞാനൊരു കോമഡി ആക്കി, നമ്മളെല്ലാവരും കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കോമഡി ആക്കി ഇട്ടൊരു പേരായിരുന്നു. അത്രത്തോളം റീച്ച് ആയതിൽ സന്തോഷം, എല്ലാവരും ഏറ്റെടുത്തതിൽ സന്തോഷം. ഇപ്പോൾ ഈ ഒരു വീഡിയോ എവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ എടുത്തത്? എവിടെ നിന്നാണ് ഈ വീഡിയോ? ഇത് ആക്ച്വലി ഞാൻ ജാനുവരി 28 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് ബാലി പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പോയ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമും തമ്മിലൊരു കോൺവെർസേഷനും മെയിൽ ത്രൂ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത് അയക്കുന്ന സമയത്ത് ഞാൻ അവിടെ ബാലിയിലാണ്. അപ്പോൾ ഞാൻ ബാലിയിൽ നിന്ന് ഞാൻ പോകുന്ന സ്ഥലം വെച്ചുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് അയച്ചു കൊടുത്തത്. കാരണം എത്രയും പെട്ടെന്ന് നടക്കേണ്ട ഒരു സാധനമായതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ കൺസെപ്റ്റ് അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് അത് ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ബാലി എന്നുള്ളൊരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ 2 പേരെയാണ് മലയാളികൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ തോന്നുന്നു ആ ഒരു സംഭവം? അത് സംഭവം എന്താ വെച്ചാൽ, ഒരു ഫോളോ ചെയ്തതിൽ നല്ല സന്തോഷമുണ്ട്. പറയാൻ പറ്റില്ല, ഏത് നിമിഷം അൺഫോളോ അടിക്കാമല്ലോ. അപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ആ സംഭവം ചെയ്തതിൽ നല്ല സന്തോഷമുണ്ട്. ഇനിയും ആൾക്കാരുകൾക്ക് കിട്ടട്ടെ, അധികം മലയാളികൾ ഇനിയും വരട്ടെന്ന് എനിക്കൊരു ഇതുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആവട്ടെ, ഉഷാറാവട്ടെ. പിന്നെ എന്താ ഇപ്പോൾ നിങ്ങളൊരു കൂട്ടുകെട്ട് നമുക്കറിയാവുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതാണ്. ഹനാനായാലും നിഹാലായാലും അങ്ങനെ കുറേ നിങ്ങളെ കൂട്ടുകെട്ട് തന്നെ. എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകെട്ട് വന്നത്? കൂട്ടുകെട്ട് പലരും പല രീതിക്കാണ് ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഹനാനാണെങ്കിലും ഇപ്പോൾ ഞാൻ കുറേ വർക്കിന് മുമ്പ് പോയിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു എഡിറ്റിംഗ് പ്രൊഫൈൽ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഫൈലിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പല രീതിക്കും വർക്ക്സിന് പോയിരുന്നു, വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ഷൂട്ടിങ്. അപ്പോൾ അങ്ങനെ ഒരു വർക്കിന് പോകുമ്പോഴാണ് ഹനാനായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഹനാനും ഞാനും ആസ് എ ഫ്രണ്ട് മോർ ദാൻ ഒരു വർക്കിലുപരി നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നല്ല ഇടയിൽ ബിൽഡായി. അപ്പോൾ ആ ബിൽഡായാലാണ് കൂടുതലും നമ്മളെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതും ഇതിലൊന്ന് മുമ്പോട്ടൊന്ന് നിങ്ങൾക്ക് ചെയ്തുകൂടെ, അങ്ങനെ അതൊരു ഫ്രണ്ട് സർക്കിളാണ്. ആസ് എ ഈ ഫോളോവേഴ്സ് ഇതിലൊക്കെ ഉപരി നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്, ഫുൾ ടൈം നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറ ഉള്ള കോൺഷ്യസ്നെസ് ഇല്ല. സത്യം പറഞ്ഞാൽ ക്യാമറ ഉള്ളത് നമ്മൾ മൈൻഡ് ചെയ്യാത്തൊരു രീതിക്ക് എത്തി. കാരണം നമ്മൾ വലിയ ചൂമ്പോഴും ഇതൊരു ഹാപ്പനിങ് സംഭവം. നമ്മൾ നാച്ചുറലായി നിൽക്കുന്ന സാധനമുണ്ട്. ക്യാമറ പുറത്ത് വേറെ, ക്യാമറ ഉള്ളിൽ വേറെ സ്വഭാവം, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമ്മുടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ എടുക്കുന്ന ദൃശ്യങ്ങളായാലും എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഞാൻ ആക്ച്വലി എഡിറ്റിങ്ങിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് പണ്ട് മുതലേ ഒരു സാധനമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അതൊക്കെ ഉള്ള ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസുകളായിരുന്നു ആദ്യം കൂടുതലും ഉണ്ടായിരുന്നത്.
അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കുള്ള സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ നടക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിച്ചൊരു എനർജി ഉണ്ടല്ലോ, ഈ എനർജി ഇപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ അതൊരു വീഡിയോ ത്രൂ ആണ് ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആൾക്കാർ കാണണമെങ്കിൽ ആ വീഡിയോ ത്രൂ ആ വീഡിയോയിലൊരു പഞ്ചോ ആ ഒരു ഇമ്പാക്റ്റ് വരുത്തണമെങ്കിൽ അത് എഡിറ്റിംഗ് ഇടയിലൊരു ടൂളായിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട സാഹചര്യം വന്നു. പിന്നെ അത് പഠിച്ചപ്പോൾ എനിക്ക് കൂടുതലും അത് എക്സ്പ്ലോർ ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഇൻട്രസ്റ്റുകൾ കൂടി. അപ്പോൾ അത് ഇൻട്രസ്റ്റ് കൂടുന്തോറും ആ ഇൻട്രസ്റ്റുകളോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് മൊത്തത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ചോദിക്കുന്നൊരു കാര്യം, ഒരു ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. ഈ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഈ എന്താണ് ഹനാൻ അല്ലെ ശരിക്ക് നിഹാൽ എന്താണ് ചെയ്യുന്നത്? പഠനം കഴിഞ്ഞ് എന്താണ് ആളുകൾക്ക് അറിയാനൊരു താല്പര്യം? മനസ്സിലായി. ഞാൻ ആക്ച്വലി 2 വർഷം മുമ്പ് ഡിഗ്രി കഴിഞ്ഞാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ BCA ആണ് പഠിച്ചത്. എനിക്ക് ഇത് ഇപ്പോൾ എഡിറ്റിംഗ് ആയിട്ടുള്ള ഒരു ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് BCA എടുത്തത് തന്നെ എനിക്ക് കോഡിങ് നല്ല രീതിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ കോഡിങ് അത്രയും ഞാൻ പഠിച്ച് വെക്കേഷനൊക്കെ ഇരുന്നിട്ട് യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് അത്ര താല്പര്യത്തോടെയാണ് ഞാൻ BCA കയറുന്നത്. പക്ഷേ എപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ ഈ എഡിറ്റിങ് വീഡിയോ ആൾക്കാരിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സാധനം എപ്പോഴോ പാഷനായി കയറി. അപ്പോൾ പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങിയ പാട് സാധാരണ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ജോലിക്കല്ലേ പോകാറ്. പക്ഷേ എനിക്കെപ്പോഴോ അവിടെ 1 വർഷം 1.5 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം ചെയ്യണമെന്ന് തോന്നി. പക്ഷേ ഡിഫറൻ്റായി ചെയ്യുന്ന സമയത്ത് അത്രയും ഡിഫിക്കൽട്ട് പാത്താന്ന് എനിക്കറിയാം. എന്നാൽ പോലും അത് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ അപ്പോൾ ആ ഒരു സംഭവം അന്ന് തോന്നിയാൽ ഇപ്പോൾ ഒരു അർത്ഥം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്തോഷം. ടോട്ടലി ഇതിൽ ഈ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്ന ആളുകളോട് എന്താണ്? അല്ല, എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ ഏതൊരു പോയിന്റിലും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ക്രിയേറ്റീവ് ബ്ലോക്ക്. അതേപോലെ നമുക്ക് നിർത്തണം എന്നുള്ള തോന്നലും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ നമുക്കുള്ള സാധനം നമ്മൾ തേടി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിർത്തരുത്. നിങ്ങൾ ചെയ്യുന്ന സാധനത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതായത് ബാക്കിയുള്ള ഒരാളെ നോക്കിയിട്ട് അതേപോലെ ചെയ്യാമെന്നല്ല, ഒരാളെ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളുണ്ടാവില്ല. നമ്മൾ ഫെയിൽ ആവുന്ന സമയത്ത് അതിൽ നമുക്ക് പഠിക്കാനുള്ള സാധനം ഉണ്ടാവും. ഓരോ സാധനങ്ങൾ വെച്ച് നമ്മുടേതായ ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഡിഫറൻറ്റ് സാധനം കൊടുത്തിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉഷാറാക്കുക എല്ലാവരും. 2 മലയാളികളുടെ ദൃശ്യങ്ങളാണ് ഈ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 മലപ്പുറത്തുകാരാണ്. അതിൽ ഒരാളാണ് ഇപ്പോൾ മലപ്പുറത്തെ ഈ പൊന്നാനി സ്വദേശി കൂടിയായ നിഹാൽ ഹമീദ്. നമുക്കറിയാം ഇവരുടെ സുഹൃത്ത് ബന്ധം വലിയൊരു പ്രത്യേകതയുണ്ട്. നിഹാലിൻ്റെ സുഹൃത്തുക്കളാണ് പ്രശസ്ത ഗായകനായ ഹനാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. മറ്റു പല യൂട്യൂബേഴ്സും ഇവരെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടവരാണ്. ഇവർ 4 സുഹൃത്തുക്കൾ ബാലിയിൽ പോയിരുന്നു. ആ സമയത്താണ് ഇൻസ്റ്റഗ്രാം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ 3 ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിന് നൽകുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഇൻസ്റ്റഗ്രാം ഈ നിഹാലിൻ്റെ ഒരു ദൃശ്യം ഏറ്റെടുക്കുന്നു. ആ ദൃശ്യം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിഹാലിൻ്റെ പേജ് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഏതായാലും വളരെ അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ് ഒരു മലയാളി എന്ന നിലക്കും അതോടൊപ്പം തന്നെ ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലക്കും. അതോടൊപ്പം നിഹാൽ പറയുന്നത് സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിനും വലിയൊരു പങ്കുണ്ട്. താൻ ചെറുപ്പം മുതലേ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുടെയും ഒരു പിന്തുണയാണ് ഇത്തരമൊരു കാര്യത്തിന് തന്നെ പ്രചോദിപ്പിച്ചത് എന്നുള്ളൊരു കാര്യമാണ് നിഹാൽ വ്യക്തമാക്കുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.